പിന്നെ ഇതിപ്പം ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഒരു 3 പീസാക്കിയിട്ട് മേലെ ഒരു റാഗിൽ വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. മനസ്സിലാവും? അപ്പം മേലെ റാഗിൽ വെക്കുന്ന ഞാൻ അപ്പുറത്തെ പെട്ടിക്കകത്ത് കാണിച്ചു തരാം. ഇപ്പൊ ഇതിനകത്ത് റാണിമുട്ട ഇല്ല. അടുത്ത ആഴ്ചയിലൊക്കെ റാണിമുട്ട വരുവാണെങ്കിൽ റാണിയോ ഈച്ചകൾ പെട്ടെന്ന് വന്നിട്ട് ഈ റോഗൽ ജെല്ലി എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു സാധനം കൊടുത്തിട്ട് ഈച്ചയിൽ നിന്ന് മുട്ടയിട്ടത് തന്നെ റാണിമുട്ടയാക്കി എടുക്കും. റാണിമുട്ടയാക്കി എടുത്തിട്ട് അതിനെ ഒരു 5-8 ദിവസം കൊണ്ട് മറ്റുള്ള ഈച്ചനെ കഴിഞ്ഞും കുറച്ചുകൂടെ കൂടി വലുപ്പമുണ്ടാവും. അതിൻ്റെ ആ ബാക്ക് വശം കുറച്ചൊരു നീളം ജാസ്തി ഉണ്ടാവും. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതിനകത്തിപ്പം റാണിയെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാ. മനസ്സിലായോ? ഇതിപ്പം ഇന്ന് കെട്ടിക്കൊടുത്താൽ അടിയിൽ നിന്ന് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ മുറിച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നുള്ളത്, അത് ഇങ്ങനെ എടുത്തിട്ട് കെട്ടിക്കൊടുക്കണം. ആരാ പിടിക്കുന്ന? ആർക്കാ പേടിയില്ലാത്ത? മെല്ലെ പിടിച്ചു, കുത്ത് കിട്ടല്ലേ? മെല്ലെ പിടിച്ചാൽ ഉണ്ടോ? നീ തിരിഞ്ഞു അങ്ങനെയാണ്. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇതിനകത്തുള്ള ഈ മുട്ടകളൊക്കെ ഈച്ച കുറച്ച് കഴിയുമ്പോൾ പെറുക്കി കളയും. കേടായതൊക്കെ പെറുക്കി കളയും. ബാക്കിയുള്ളത് മുട്ടയാവും, ഈച്ചയാവും. മനസ്സിലായോ? അപ്പോൾ ഇതിങ്ങനെ ഒരു 4 എണ്ണം അടിയിൽ നിന്ന് പീസ് എടുത്തിട്ട് കെട്ടിക്കൊടുക്കണം. പിടി കിട്ടിയോ? ഇങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ റബ്ബർ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് വിടും. അപ്പോഴത്തേക്ക് മേലെ ഇങ്ങനെ വളരും. മേലെ വളർന്നിട്ട് അപ്പോഴത്തേക്കും ഈ പിന്നെ റബ്ബറിൽ തേനാക്കുന്ന സമയം ഉണ്ടാവും. ആ തേനാക്കുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് ഇതിനകത്ത് ഈ അടയ്ക്കകത്തെല്ലാം തേൻ കൊണ്ടുപോകും. പിടി കിട്ടിയോ? ഈ കാണുന്നതൊക്കെ മടിയൻ്റെ മുട്ടകളാണ്. ഈ കുറച്ച് വലിപ്പമില്ലേ, അത് കുറച്ച് മടിയൻ്റെ മുട്ടകൾ. ഇതാ, ഇത് മടിയൻ്റെ അല്ല, സാധാ ഈ മുട്ടകൾ. പിടി കിട്ടിയോ? പിന്നെ റബ്ബറിൽ തേനാക്കുന്ന സമയം ഉണ്ടാവും. ആ തേനാക്കുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് ഇതിനകത്ത് ഈ അടയ്ക്കകത്തെല്ലാം തേൻ കൊണ്ടുപോകും. പിടി കിട്ടിയോ? ഇത് കുത്താതിരിക്കണമെങ്കിൽ വളരെ മെല്ലെ കൈകാര്യം ചെയ്യണം. ഇവിടെ ഇങ്ങനെ പൊക്കിയെടുക്കണം. പെട്ടെന്ന് എടുത്തിട്ട് കുത്തു കിട്ടും. സ്ലോവിലെടുക്കണം. മനസ്സിലായോ? ഇതിനിപ്പോൾ ഇവർ വളർത്തി മേലെ കൊണ്ടുവരും. ഇപ്പോൾ റാണിമുട്ട ഇല്ല. അടുത്ത ആഴ്ചയിൽ ചിലപ്പോൾ റാണിമുട്ട ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് അടുത്ത ആഴ്ച വന്നിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം റാണിമുട്ടയൊക്കെ. ഇത് കഴിഞ്ഞ ആഴ്ച കെട്ടിയ അടയാണ്. അതിപ്പോൾ ഇത് അല്ല, കഴിഞ്ഞ ആഴ്ച കെട്ടിയത്. അത് ഫുള്ള് പിടിപ്പിച്ചു. ഫുള്ള് പിടിപ്പിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് തേങ്ങ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് തേങ്ങ ഉണ്ടില്ല. എങ്ങനെ ഇതിൻ്റെ അകത്ത് തേൻ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സീലാവും. ഇതേപോലെ സീലാവുമ്പോൾ നമ്മളാണ് തേനെടുക്കുള്ളൂ. അത് സീലാവുമ്പം ഇതിൻ്റെ ജലാംശം പറ്റിച്ചിട്ടാണ് ഈച്ച സീലാക്കുന്നത്. ഇത് ജലാംശം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ചെറുകിട്ടിട്ട് അടിക്കും. അതിനിട്ടാണ് ജലാംശം പറ്റിക്കുന്നത്. നല്ല കുത്തു നോക്കല്ലേ. അടുത്ത ആഴ്ച തേനെടുക്കുമ്പോൾ കേട്ടോ. ഇത് പൂമ്പൊടി കൊണ്ടുവരുന്ന പൂമ്പൊടി, അതായത് ഈ കുഞ്ഞുങ്ങളെ ആക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് ഭക്ഷണം കൊടുക്കാനുള്ള പൂമ്പൊടി കൊണ്ടുവരുന്നതാണ്. ഇപ്പം നമ്മൾ അത് ശരിക്കും ആ ഗേറ്റിൽ കൂടെ കയറേണ്ടത്. ഇവിടെ നമ്മൾ തുറന്നത് കൊണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഇവിടുന്ന് കയറാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഇപ്പോൾ കണ്ടോണേ, ഇത് അവർ ടൈറ്റ് കെട്ടിയിട്ടുണ്ട്. അത് താഴോട്ട് പൊക്കോളും. വേണ്ട, ഗ്യാപ്പ് ഉള്ളതെന്ന് വിചാരിച്ച് കയറുന്ന ഇത് ആ കാലെ കൊണ്ടുവരുന്ന പൂമ്പൊടി, ഈച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ളത്. അത് ചത്തുപോയി മോളെ. ഇനിയിപ്പോൾ ഇതിനെ പറപ്പിച്ച് വിട്ടാൽ താഴെ കയറിക്കോളും.